പൃഥ്വിരാജും ബേസിൽ ജോസഫും ഒന്നിച്ചെത്തുന്ന സിനിമയാണല്ലോ ഗുരുവായൂർ അമ്പല നടയിൽ ജയ 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 ഹേ എന്ന ചിത്രത്തിന് ശേഷം വിപിൻ ദാസ് സംവിധാനം ചെയ്യുന്ന സിനിമ കൂടിയാണിത്. ചിത്രത്തിന്റെ കേരള പ്രീ സെയിൽ കളക്ഷൻ പുറത്തു വന്നിരിക്കുകയാണ്. അതിലേക്ക് വരാം. ഇപ്പോൾ ഓരോ മണിക്കൂറിലും ബുക്ക് മൈ ഷോ ആപ്പിലൂടെ മാത്രം 1500 മുകളിൽ ടിക്കറ്റ്സുകളാണ് സോൾഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. ആടുജീവിതം, മഞ്ഞുമ്മൽ ബോയ്സ്, ബ്രഹ്മയുഗം, ആവേശം, വർഷങ്ങൾക്ക് ശേഷം എന്നീ സിനിമകൾ അഡ്വാൻസ് ബുക്കിംഗിലൂടെ മികച്ച രീതിയിലുള്ള മുന്നേറ്റം നടത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു തിരക്കും ഒഴുക്കൊന്നും ഗുരുവായൂർ അമ്പല നടയിൽ എന്ന് പറയുന്ന പൃഥ്വിരാജ് ചിത്രത്തിന് കാണുന്നില്ല. ഇതുവരെയും ചിത്രം അഡ്വാൻസ് ബുക്കിംഗിലൂടെ മാത്രം 1 കോടി ടച്ച് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഏകദേശം അർദ്ധരാത്രി വരെ ആവുമ്പോഴേക്കും അത് ചിലപ്പോൾ 1:10, 1:20 എത്താൻ ചാൻസ് ഉണ്ട്. നാളെ രാവിലെ 10 മണിക്കാണ് ഒട്ടുമിക്ക തിയേറ്ററിലും ചിത്രത്തിന്റെ മുഹൂർത്തം. ജനങ്ങളെ കുഴപ്പമില്ലാത്ത രീതിയിൽ എന്റർടൈൻമെന്റ് ചെയ്യിക്കുകയും ഒരു പോസിറ്റീവ് റിപ്പോർട്ടാണ് ചിത്രം നേടുന്നതെങ്കിൽ മലയാളത്തിൽ മറ്റൊരു 100 കോടി നേടുന്ന സിനിമയായിരിക്കും ഗുരുവായൂർ അമ്പല നടയിൽ എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും ഇല്ല. നല്ല സിനിമ തിയേറ്ററിൽ എത്താൻ വേണ്ടി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ. ഇപ്പോൾ 2 ആഴ്ചയായിട്ട് ഒരു മികച്ച രീതിയിലുള്ള സിനിമ തിയേറ്ററിൽ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ തിയേറ്ററും കാലിയായി കിടക്കുകയാണ്. പിന്നെ അഭിപ്രായമുള്ള ആവേശം എന്ന് പറയുന്ന സിനിമ OTTയിൽ എത്തിയതും തിയേറ്റർക്കാരെ ബാധിച്ചിട്ടുണ്ട്. ആരൊക്കെ ഗുരുവായൂർ അമ്പല നടയിൽ എന്ന് പറയുന്ന പൃഥ്വിരാജ് ചിത്രം നാളെ കാണും, എവിടെയാണ് കാണുന്നത്, ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിനു ജിനാസ്. പുതുസായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കുക, നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക. ഓക്കെ, ബൈ.